പ്രശാന്ത് മാഷേ, കുംഭമേള ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാരം. പണ്ടത്തെ രാജഭരണകാലം മുതൽ അത് നടന്നിരുന്നു. ഇന്ത്യ സഞ്ചരിച്ച സഞ്ചാരികളെല്ലാം അത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മഹാമഹമായിട്ടാണ് കൊണ്ടാടിയിരുന്നത് ആ കുംഭമേളയിലൂടെ. പക്ഷേ ഈ വർഷം ഇന്ത്യ ആർജിച്ചത് വമ്പിച്ച സമ്പത്താണ്. അവിടെ പങ്കെടുത്തവർക്ക് സായുജ്യം കിട്ടുന്നതിന് പുറമേ അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാർക്കെല്ലാം ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം. അങ്ങനെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് ഈ പ്രാവശ്യത്തെ കുംഭമേള വഹിച്ചിട്ടുണ്ട്. ആ കുംഭമേള കേരളത്തിലേക്ക് വരുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാവുന്നുണ്ടോ? എന്താണ് സംഭവം? ഇല്ല, കുംഭമേള ഇപ്പോൾ കേരളത്തിൽ കുംഭമേള ചർച്ചയായി. അത് ഈ കേരളത്തിൽ നിന്നുള്ള ചർച്ച ഇന്ത്യ മൊത്തമായി ലോകം മൊത്തമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പൊ കുംഭമേള ഒരു വലിയ അത്ഭുതമായിട്ടാണല്ലോ ഇപ്പൊ ലോകം നിരീക്ഷിച്ചത്. നമ്മളെ UP കുംഭമേളയ്ക്കിടെ ഈ GDP ഗ്രോത്ത് 2% എന്ന് പറഞ്ഞെടുത്ത് അവിടെ 4.6% കണ്ട GDP ഗ്രോത്ത്. അതായത് മോദിയല്ല, യോഗിയുടെ ഖജനാവിൽ പണം പെരുകി, അല്ലെങ്കിൽ അതേ രീതിയിൽ സമ്പന്നമായി. അവിടെ ഈ കുംഭമേള ഒരു വ്യാപ്തിയെ പറ്റി നമ്മൾ പറയുമ്പം അവിടുത്തെ ജനത്തിന്റെ ഒഴുക്ക്, അവിടെ പല്ല് തേക്കാൻ നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്ന ബ്രഷല്ല, നമ്മൾ പണ്ടത്തെ ആൾക്കാർ വേപ്പിൻ കമ്പ് ഉപയോഗിക്കാം. വേപ്പിൻ കമ്പ് ഒരു പീസിന് 10 രൂപയ്ക്ക് വിറ്റവൻ കോടീശ്വരനായി. അവിടെ മാലവിക്കാൻ വന്ന പലരും ഈ രീതിയിൽ. അപ്പം ഇതേ രീതിയിൽ അപ്പം അതിൻ്റെ ഒരു വ്യാപ്തി, കൊക്കോകോള കമ്പനിക്കാരനൊക്കെ ഇന്റർനാഷണൽ ഗവൺമെന്റ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചുരുങ്ങിയ സമയം കൊണ്ട് സാധനം വിറ്റ ഇന്റർനാഷണൽ കമ്പനിക്കാരുടെയൊക്കെ ആ കച്ചവടവും അല്ലെങ്കിൽ അവിടെ നടന്ന അതിൻ്റെ ഒരു വ്യാപ്തിയാണ് പറഞ്ഞത്. അപ്പം അന്നാ നമ്മുടെ ഇദ്ദേഹം പറഞ്ഞത്, ആരാ, ശശി തരൂർ പറഞ്ഞത്, ഈ നമ്മുടെ താരിഫിന്റെ വിഷയത്തിൽ അമേരിക്ക വരട്ടെ പറഞ്ഞ് ചുമ്മാ ഇന്ത്യ കയറി വരട്ടാൻ നിൽക്കില്ലടി, ഇന്ത്യ 4 കുംഭമേള നടത്തുമ്പോൾ തീർക്കാനുള്ള അതേ രീതിയിലുള്ള സംവിധാനമുള്ള ഒരു രാജ്യമാണ്. 4 കുംഭമേള കൊണ്ട് ഇവിടുത്തെ എക്കണോമിക്കൽ ഗ്രോത്ത് വളർത്താൻ പറ്റുന്ന രീതിയിൽ അത്രയ്ക്ക് വലിയ സമ്പുഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ സംസ്കാരമുള്ള അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. അപ്പം ഇതിനകത്ത് ഇപ്പം ഇതിന് ശേഷം കുംഭമേള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആചാരങ്ങളുടെ പ്രസക്തി ഏറുന്നു. അതായത് ഈ കുംഭമേള അവിടെ തീരുമാനിക്കുമ്പോൾ വടക്കേ ഇന്ത്യ, അത് പക്ഷേ കർണാടകത്തിൽ നിന്ന് മാത്രം ഇവിടെ വരാൻ വേണ്ടി കുംഭമേളയ്ക്ക് വരാൻ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് തന്നെ 5000 ബസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്തിനു വേണ്ടി ആളിവിടെ വരും? അപ്പം കുംഭമേളയിലേക്ക് ഒഴുകി വരുന്നു, അത് മലപ്പുറത്താകുന്നു, അല്ലെങ്കിൽ ഹിന്ദുവിന്റെ വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ളൊരു ഹിന്ദു സംസ്കാരം വീണ്ടും കേരളത്തിൽ ചർച്ചയാകുന്നു. ഇത് വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചാൽ അതിന്റെ എഫക്റ്റ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു ചെറിയ ഡോസാണ് കൊടുത്തത്. പാലമ്പണി അങ്ങോട്ട് സ്റ്റോപ്പ് ബൊമ്മ കൊടുത്തു. ഇവിടെ പാലമ്പണി സ്റ്റോപ്പ് ബൊമ്മ കൊടുത്തു. ഇപ്പൊ ചർച്ചയായല്ലോ, എന്ത് വില കൊടുത്തും നടത്തും. അത് VHPയുടെ രൂപത്തിലും അല്ലെങ്കിൽ RSSന്റെ രൂപത്തിലും അല്ലെ പല ഹിന്ദു സംഘടനകളുടെ രൂപത്തിലും പല സന്യാസി മഠങ്ങളുടെ രൂപത്തിലും ഒക്കെ വന്നു കഴിഞ്ഞു. അതായത് കുംഭമേള വിജയിച്ചു, തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിജയിച്ചു. ഇത് ചർച്ചയാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതായത് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റു പലർക്കും എന്തുമാകാം, നിയമം പോലും പാലിക്കേണ്ട, അല്ലെങ്കിൽ മറ്റ് പല ഈ ഹിന്ദു ഒഴിച്ചുള്ള മറ്റ് ജാതികളുടെ കാര്യമാണ്. അവർ നടത്തിക്കോട്ടെ, അതിനകത്ത് നമുക്ക് കാര്യമൊന്നുമില്ല. അതിനകത്ത് നമ്മൾ കൂടെ ഉൾപ്പെട്ട് അതിന് വിജയിപ്പിച്ചു കൊടുക്കുന്ന മാനസികാവസ്ഥയുള്ള ആൾക്കാരെ ഹിന്ദുക്കൾ എന്ന് പറയാം, ഒരു തടസ്സമില്ല. പക്ഷേ ഇവിടുത്തെ ഹിന്ദുക്കൾ ഒരു നമ്മൾ ഈ പറയത്തില്ല, ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടത്തുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിൽ ചില ആചാരങ്ങൾ നടത്തുമ്പോഴും അവൻ്റെ ആചാരങ്ങൾ അല്ലെങ്കിൽ അവൻ വേണ്ട രീതിയിൽ ഉത്സവങ്ങൾ ആഘോഷിക്കാൻ ശ്രമിക്കും. അവിടെ എല്ലാം ഈ പറയും പോലെ നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ കൃത്യമായിട്ട്. നിങ്ങൾക്ക് അറിയത്തില്ലേ, തൃശ്ശൂർ പൂരം വരുമ്പോൾ ആനയുടെ വിഷയം, അതായത് വേറെ ഒന്നുമില്ല. ആന ഭയങ്കര കുഴപ്പമോ, ആനയെ എങ്ങനെ ചെയ്യാമോ, ആനയെ എങ്ങനെ നിർത്താമോ, ആനയുടെ മുഖ്യ വെയിൽ കൊള്ളാമോ, ഇതൊക്കെ വരുന്നത്. ഇതാരാ നമ്മൾ പരിശോധിക്കുമ്പോൾ ആന സ്നേഹികളെന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ അവസാനം അങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഉറവിടങ്ങൾ ഈ പറയുന്ന പോലെ ഇന്ത്യയെ നശിപ്പിക്കാൻ, നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ, ഹിന്ദുവിനെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള പല NGOസിൻ്റെയും കെയർ ഓഫിലാണ് ഇത് വരുന്നത്. ഇവിടെ വരുമ്പോൾ ആനപ്രേമി, ആന സ്നേഹി, ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവം ലോകം ചർച്ച ചെയ്യുന്ന സാധനം തൃശ്ശൂർ പൂരം. ഞാൻ ഇതിന് ഉദാഹരണം പറഞ്ഞു. അപ്പം ഇത് വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഇത് അടുത്ത 2026 ഈ കുംഭമേളയ്ക്കയുടെ വിഷയം കൂടുതൽ ആർജവത്തോടുകൂടി ഇതിൻ്റെ പുറകിൽ നടത്താതിരിക്കുന്ന ഒരവസ്ഥയിലേക്കോ അല്ലെങ്കിൽ തടയാൻ പോകുന്ന ഒരവസ്ഥയിലേക്കോ ഒക്കെ പോയാൽ ശബരിമല വിഷയമൊന്നും വന്നതുപോലെയും അല്ലെങ്കിൽ കൂടിയതുപോലെയൊന്നും ആയിരിക്കാൻ ഇടയില്ല. ഇതൊരു വല്ലാത്തൊരു, ചിലപ്പം ഇതിനെതിരെ നിൽക്കുന്ന ആരാണെന്ന് വെച്ചാൽ അവർ ഇതിൻ്റെ ചൂടിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവാഹത്തിൽ ഒലിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതായത് അത്തരത്തിലേക്ക് ഉള്ള ഒരു നീക്കമാണ്
ഒരുപക്ഷെ ഈ പറയുന്ന കുംഭമേള, ഇപ്പം അവിടുത്തെ കുംഭമേള എന്തുകൊണ്ട് എത്ര കാലം കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ പാരമ്പര്യം എന്താണ്, ഇതിൻ്റെ ചരിത്രം എന്താണ്, അത്തരത്തിൽ മാമാങ്കം അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, ഇപ്പം ഈ ഒരു വിഷയം വരുമ്പോൾ ഒരുപക്ഷെ മുമ്പേ മാഷ് പറഞ്ഞതുപോലെ ഇന്ത്യ മൊത്തവും കേരളത്തിലേക്ക് ഒഴുകിയെത്തും. അതായത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഒരുപക്ഷെ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതാൻ. ഇതിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞു UP-യിലെ കുംഭമേളയ്ക്കകത്തുനിന്നൊരു സാമ്പത്തിക അല്ലെങ്കിൽ നേട്ടം ആ സംസ്ഥാനത്ത്, ഈ ഒരു കാര്യവും അവരുദ്ദേശിക്കുന്നത് 50 ലക്ഷമാണെങ്കിൽ അല്ലെങ്കിൽ 1 കോടി ഹിന്ദുക്കളാണ് അവിടെ വരുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തോടു കൂടി അത് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒഴുക്ക് ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതേ രീതിയിലേക്കുള്ള ഒരു രീതി അല്ലെങ്കിൽ നടത്തിക്കും 6 കുംഭമേള തടയാൻ എന്നുള്ള രീതിയിലേക്കാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടോ, കുംഭമേള തടയാൻ 6 തടയാൻ, നടത്താൻ തീരുമാനിച്ചാൽ നടത്തിയിരിക്കും, അത് തീരുമാനിച്ചവർക്ക് അതിന് കഴിയും, അത് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഏത് ഡേറ്റിൽ തീരുമാനിച്ചോ ആ ഡേറ്റിൽ നടത്തിയിരിക്കുന്നൊക്കെയുള്ള രീതിയിലേക്ക് വെല്ലുവിളിയായി. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാരാമൺ കൺവെൻഷൻ നടക്കുമ്പോൾ ഇതുപോലെ പാലം വരുന്നില്ലേ, അല്ല ആർട്ടിഫിഷ്യൽ പാലം വരുന്നുണ്ട്, അത് ആൾക്കാർക്ക് വരാൻ സൗകര്യത്തിനാണ്, അതിന് കുറ്റമൊന്നും പറയുന്നില്ല. അതിനകത്ത് തടസ്സമൊന്നും ഇത്ര ദിവസത്തേക്കേ ഉള്ളൂ. അത് ഒരു പ്രത്യേക കൂട്ടത്തിന്റെ അവരുടെ ഒരു ആഘോഷം, അവരുടെ ഒരു ആരാധന, അതിൻ്റെ ഒരു രീതി, അവരുടെ ഒരു കാര്യം. അപ്പൊ അതിനകത്ത് ഇത്രയും ദിവസത്തിന്റെ കാര്യമുള്ളൂ, മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ കുഴപ്പങ്ങൾ സംഭവിക്കുന്നതാണെങ്കിൽ ആ കുഴപ്പം ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ഇവരുടെ കൂടെ ഗവൺമെന്റല്ലേ നിൽക്കേണ്ടത്, അല്ലെ അതങ്ങ് തടയും അല്ലെങ്കിൽ നിർത്തും. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആരെയൊക്കെ സുഖിപ്പിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ എന്തൊക്കെയോ ചിലർക്ക് സംഭവിക്കുമെന്നുള്ള ബോധ്യത്തിൽ അവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പൊ ഇത് വന്നാൽ ഞങ്ങൾ നാളെക്കാലത്തെ ഉണ്ടാകുമോ എന്നുള്ള തോന്നലുള്ള ചിലരുണ്ടോ നമുക്ക് സംശയമുണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഇത് ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ, അവന്റെ സംസ്കാരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിലവിലിരിക്കുന്ന അല്ലെങ്കിൽ ഇത് തടയാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ അതിന് അധികാരപ്പെട്ടവരുണ്ട്, അവരുടെ വിചാരം ഇതിന് അങ്ങനെ വന്നാൽ ഞങ്ങൾ നാളെക്കാലത്തെ ഉണ്ടാകുമോ എന്നുള്ളൊരു തോന്നലിന്റെ ഭാഗമാണോ, അല്ലെങ്കിൽ വേറെ ചില ആൾക്കാരുടെ താല്പര്യങ്ങളുടെ ഭാഗമാണോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ, കാരണം നാളെക്കാലത്ത് എന്ന് പറഞ്ഞാൽ 2 മാസം കഴിയുമ്പോൾ ഇലക്ഷനാണ്. ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ ഏതാണ്ട് 60-50% വോട്ടുള്ള, അത് ഒരു ഹിന്ദു സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹിന്ദുക്കളുടെ ഒരു വലിയ ആഘോഷത്തെ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു ആഘോഷത്തെ തടയാൻ ബലം കാണിക്കത്തില്ല. അപ്പൊ അതിൻ്റെ പിറകിൽ എന്തോ ഉണ്ട്. ഇത് തടഞ്ഞാൽ ലാഭമുണ്ടാകുമെന്ന് കരുതിയായിരിക്കുമല്ലോ ഇലക്ഷൻ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട്, ഭരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അപ്പം അതിനകത്ത് എന്തോ നിഗൂഢതയുണ്ട്, എന്തോ അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ എന്തോ ഒരു ചേതോപകാരമുണ്ട്. ഏതായാലും അത് ഗുണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈ ഒരു കുംഭമേള ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് തടയാൻ പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ അത് കൂടുതൽ ചർച്ചയിലേക്കും കൂടുതൽ വലിപ്പത്തിലേക്കും വരുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഹിന്ദുക്കൾ മലപ്പുറത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരവസ്ഥയിലേക്ക് വരും. ആർക്കും തടയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് വിചാരിക്കേണ്ടത്. കേരളത്തിന്റെ ഖജനാവ് കാലിയാവുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം സത്യാഗ്രഹം എന്നേ ഉള്ളൂ, മുഖ്യമന്ത്രിയും കൂട്ടരും എല്ലാം കൂടെ കഴിഞ്ഞ ദിവസം. അപ്പോൾ കേരളത്തിൻ്റെ വരുമാനം കൂട്ടാൻ പര്യാപ്തമായിട്ടുള്ള ഒരു മേള ഇവിടെ നടക്കുമ്പോൾ ശരിക്കും അവർ പാലം പണിഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇതിപ്പോൾ പാലം വലിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മാഷ് പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറയാം. മറ്റിതര സമുദായങ്ങളോട്, ഞാൻ മനഃപൂർവ്വം പറഞ്ഞാൽ തെറ്റാണ്, മറ്റൊന്ന് മതി. മറ്റിതര എപ്പോഴും പറയുന്നത് മറ്റിതര സമുദായങ്ങൾ, അവരുടെ കാര്യം മാത്രമേ ഇവർ നോക്കുന്നുള്ളൂ. അവർ ഈ നമ്മുടെ ഡെസിബലിനൊരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടില്ല. ശബ്ദം എന്ന് പറയുന്നത് അത് പൊല്യൂഷനാണ്, സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയും. ഉച്ചത്തുള്ള ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ കാതിന് മാത്രമല്ല, തലച്ചോറിനും കേടാവും. അതുകൊണ്ട് ഇന്ന ഡെസിബലിൽ കൂടുതൽ ശബ്ദം പാടില്ലെന്ന് നിയമമുണ്ട് ഇവിടെ, രാജ്യത്ത് നിയമമുണ്ട് പൊല്യൂഷൻ കൺട്രോളിന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് ഈ മൈക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിയന്ത്രണം വന്നത്. 5 നേരം വലിയ ഉയർന്ന ഗോപുരത്തിൻ്റെ മുകളിൽ വെച്ച് ഈ മൈക്ക് ഉച്ചത്തിൽ ചൊല്ലുന്നത് ഒരൊറ്റ സ്റ്റോപ്പ് ബോംബോ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മസ്ജിദിന് കൊടുത്തിട്ടുണ്ടോ ഇന്ന് വരെ ഒരു സ്റ്റോപ്പ് ബോംബോ? പക്ഷേ അമ്പലങ്ങളിലെ മറ്റിടത്തെ ഒക്കെ കോടാമ്പി പോലീസ് അവിടെ എത്തും, പോലീസ് ഓടിയെത്തും അവിടെ, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു വിവേചനമുണ്ട്. ന്യൂനപക്ഷത്തിന് കിട്ടുന്ന അവകാശം എങ്കിലും ഭൂരിപക്ഷത്തിനും കിട്ടേണ്ടതാണ്. ആ ഒരു വിവേചനം എടുത്തു കാണിക്കുകയും അത് പബ്ലിസിറ്റിയോടുകൂടി പബ്ലിക്കിനെ അറിയിക്കുകയും ചെയ്യുന്ന ഒന്നായിട്ട് ഈ മാമാങ്കം മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പം ഭരിക്കുന്ന ഗവൺമെൻറ്റിനായിരിക്കും. തിരുപ്പുരക്കുണ്ട്രം അവിടുത്തെ ദീപത്തൂണിൽ വിളക്ക് തെളിക്കാനുള്ള ഭക്തരുടെ അവകാശം ലംഘിച്ച
തമിഴ്നാട് ഗവൺമെൻറ്റിനെ പോലെ പരാജയപ്പെടേണ്ടി വരും ഈ കാര്യത്തിൽ, ഈ ഗവൺമെൻറ്റിനും എന്നുള്ള കാര്യത്തിൽ ഇവിടുത്തെ സ്റ്റാലിനും. അവിടുത്തെ സ്റ്റാലിന് നാണം കെട്ട പോലെ ഇവിടുത്തെ സ്റ്റാലിനും നാണക്കെടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. ഇത് ഹിന്ദുക്കളുടെ വീറും വാശിയും വർദ്ധിപ്പിക്കുകയുള്ളൂ. ഈ കുംഭമേള നടക്കുക തന്നെ ചെയ്യും, അതിനെ എതിർക്കുന്ന ശക്തികൾ പരാജയപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു സൂചന നമുക്ക് കിട്ടുന്നത്. തന്നെയല്ല, ഇതിൻ്റെ ധ്വജാരോഹണം നടത്തേണ്ടത് ഈ ഗവൺമെൻറ്റിന് തന്നെ ബാധകമായ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് മാത്രമാണ് മുഖ്യമന്ത്രി. പക്ഷേ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആയിട്ടുള്ള ഗവർണറാണ് ഇതിന് ധ്വജാരോഹണം നടത്തുന്നത്. അദ്ദേഹത്തിന് നടക്കുന്ന ഒരു ചടങ്ങിൽ ഒരു പാലം നിർമ്മിക്കാൻ പറ്റില്ല എന്ന് ഗവൺമെൻറ് തന്നെ സ്റ്റോപ്പ് മുമ്പ് കുടിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര മോശമായിട്ടുള്ള കാര്യമാണ്.